എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഏറെക്കുറെ ഞങ്ങൾ ക്ലോസ് ചെയ്തു എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെ തന്നെ വലിയൊരു മുന്നറിയിപ്പും താക്കീതും ഭീഷണിയും ഒക്കെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ BJPക്ക് നൽകി. കന്റോൺമെന്റ് ഹൗസിലേക്ക് കൊണ്ടുപോയ വിത്തുകാളയെ ഒഴിവാക്കണ്ട, അവിടെ നിന്നോട്ടെ, അത് ആവശ്യം വരും. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഓഫീസിലേക്ക് അതുമായി BJPക്കാർക്ക് ഒരു മാർച്ച് നടത്തേണ്ടി വരും എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട്ടെ മുതിർന്ന നേതാവും കഴിഞ്ഞ കുറി പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന C കൃഷ്ണകുമാറിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഉയർന്നത് നമ്മൾ കണ്ടു. മീഡിയാവൺ തന്നെയായിരുന്നു ഇന്നലെ ആ വാർത്ത പുറത്തുവിട്ടിരുന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധം പാലക്കാട്ട് ഇരമ്പുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ തുടർ വാർത്തകളിലേക്കാണ് ഇനി വരുന്നത്. C കൃഷ്ണകുമാറിനെതിരെ BJPയിൽ പടയൊരുക്കം. ലൈംഗിക പീഡന പരാതിയിൽ നടപടി വേണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും കടുത്ത നടപടി വേണമെന്ന നിലപാടാണുള്ളത്. വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി മതിയെന്ന അഭിപ്രായമുള്ള നേതാക്കളുമുണ്ട്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. സാജിദ്, വെരി ഗുഡ് മോർണിംഗ്. സാജിദ്, ഇന്നലെ കോൺഗ്രസുകാർ കേട്ട പാതി കേൾക്കാത്ത പാതി പാലക്കാട് BJPയുടെ ജില്ലാ ഓഫീസിലേക്ക് വലിയ മാർച്ച് നടത്തുന്നു. അതൊരു പോലീസുമായുള്ള കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിഷേധം ഒരു പക്ഷേ ഇന്നും തുടരുമായിരിക്കും. പക്ഷേ ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ആരോപണം പാർട്ടിക്കകത്ത് BJPക്കകത്തുണ്ടാക്കിയ അന്തചിത്രം അല്ലെങ്കിൽ അതിനകത്തുണ്ടാക്കുന്ന റിഫ്റ്റ് എങ്ങനെയാണ് സാജിദ്? പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നാട്ടിലുണ്ടായിരുന്നില്ല, ബാംഗ്ലൂരിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ഈ പരാതിയിൽ കാര്യമായൊരു അന്വേഷണം നടത്താൻ സാധ്യതയുണ്ടോ? ഇത് മുതലാക്കിക്കൊണ്ട് മറുപക്ഷം ഏതെല്ലാം തരത്തിലുള്ള ഓപ്പറേഷൻ പാർട്ടിക്കകത്ത് നടത്തുന്നുണ്ട്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരാതി സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് നേരത്തെ അറിയുന്നതാണ്. ഇത് നമ്മൾ വാർത്തയാക്കിയതിന് പിന്നാലെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള രണ്ട് ചേരിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം കൃഷ്ണകുമാറിനെതിരെ നടപടി അനിവാര്യമാണ് എന്നുള്ളതാണ് വലിയൊരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കി എന്ന് മാത്രമല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കി. ആ ഒരു പശ്ചാത്തലത്തിൽ സമാനമായ രീതിയിലുള്ള പരാതികൾ വന്ന കൃഷ്ണകുമാറിനെതിരെ കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്, രണ്ടാം സ്ഥാനത്ത് എത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പൂർണ്ണമായി പാർട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഈ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മറ്റ് CPM-ഉം UDF-ഉം എല്ലാം തന്നെ പ്രചരണായുധമാക്കും, അത് തിരിച്ചടിയാകും എന്ന് പറയുന്ന നേതാക്കളുണ്ട്. രാജീവ് ചന്ദ്രശേഖരനും ഇതിൽ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന നിലപാടാണ് ഉള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിലായി കേരളത്തിലേക്ക് തിരിച്ചെത്തും, തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇത് ഒരു പകപോക്കലാണ് എന്ന് വിശദീകരിക്കുന്ന കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുന്ന സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന നേതാക്കൾ ഉണ്ട്. അവർ ഇത് ഒരു അവസരമായി കണ്ട് ഇതൊരു പഴയ പരാതിയാണ്, പുതുതായി അത് നൽകിയത് മാത്രമാണ്, അതുകൊണ്ട് അതിൽ നടപടികൾ ആവശ്യമില്ല, കൃഷ്ണകുമാറിനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിർണായകമാകും. കാരണം ഇന്നലെ വിവിധ നേതാക്കൾ പ്രതികരിച്ചപ്പോൾ ഈ സംസ്ഥാന പ്രസിഡന്റാണ് നടപടി എടുക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അത് V മുരളീധരനാണെങ്കിലും MT രമേശ് ആണെങ്കിലും അതിൽ നടപടി എടുക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും പരാതി ലഭിച്ചു എന്ന് കൃത്യമായി അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് ബാംഗ്ലൂരിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ തിരിച്ചെത്തിയതിനു ശേഷം തുടർ മീറ്റിംഗുകൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. എന്തായാലും അതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും തന്നെ. സൈഫുദ്ദീൻ, അത് പരാതി വന്നതിന് ശേഷം BJPക്കകത്തെ കാര്യങ്ങളാണ്. ഇനി പുറത്ത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇനി സാധ്യതയുണ്ടോ സാജിദ്? ഒരുപക്ഷെ ഇന്നലെ അങ്ങനെ ഒരു വലിയ ആരോപണം C കൃഷ്ണകുമാറിനെ ഉയർന്നെങ്കിൽ കൂടിയും ഇന്നലെ ഉച്ചയോടുകൂടി കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. പക്ഷേ CPM ഇതുവരെ അത് ഏറ്റെടുത്തിട്ടില്ല. CPM-ന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധ തുടർച്ചയ്ക്ക് എത്ര കണ്ട് സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ, ഇന്ന് DYFIയുടെ പ്രതിഷേധമുണ്ട്. DYFI രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള പ്രതിഷേധമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു, ആ വിഷയവും C കൃഷ്ണകുമാറിനെതിരെ
ഉയർന്ന പരാതിയും ഇത് രണ്ടും വെച്ചുകൊണ്ടുള്ള ഒരു പാലക്കാട് നഗരത്തിലൂടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനവും ഇന്ന് ഉണ്ടാകും. ഈ ശ്രീകൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം, അതായത് നാളെ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം, ഒരു വ്യത്യസ്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.